So, first of all, this unit will crucial elements writing written communication effective crucial elements. So, that is lesson. So, okay. So, writing is art. ചിലവർ ജനിക്കുമ്പോൾ തന്നെ അത് കൈവരിച്ച് അല്ലെങ്കിൽ ആ ഒരു അനുഗ്രഹം അല്ലെങ്കിൽ ആ ഒരു കഴിവൊക്കെ കൈവരിച്ചുകൊണ്ട് ജനിച്ചു വരുന്ന ആൾക്കാരാണ് അല്ലേ. സോ അങ്ങനെയുള്ളവർക്ക് അങ്ങനെ ഭയങ്കര ഒരു ഫ്ലോയിൽ അങ്ങോട്ട് പോകാം. പക്ഷെ ചില ആളുകൾക്ക് എന്ത് ചെയ്യണം, റൈറ്റിംഗ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എന്ത് ചെയ്യണം, കുറെ കൂടി ഇഫക്റ്റീവ് ആക്കണം. മനസ്സിലായല്ലോ. സോ അപ്പൊ അതിനു വേണ്ടിയിട്ട് അവർ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും, ഒരുപാട് അവർ പഠിക്കേണ്ടി വരും, ഒരുപാട് പുസ്തകങ്ങൾ അവർ റെഫർ ചെയ്യേണ്ടി വരും. മനസ്സിലായി. അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാരെ കണ്ട് അല്ലെങ്കിൽ ഉദാഹരണമായി വെച്ചുകൊണ്ട് തന്നെ പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഒത്തിരി ഹാർഡ് വർക്കിലൂടെ ഈ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ കുറെ കൂടി ഇഫക്റ്റീവ് ആക്കാൻ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. മനസ്സിലായല്ലോ. സോ എല്ലാം കൊണ്ട് നമ്മളിപ്പോ ഈ യൂണിറ്റ് നോക്കാൻ പോകുന്നത് എന്താ, നമ്മുടെ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ചില ക്രൂഷ്യൽ ആയിട്ട് അല്ലെങ്കിൽ ചില അത്യാവശ്യമായ എലമെന്റ്സ് ആണ് നമുക്ക് നോക്കാനുള്ളത്. മനസ്സിലായില്ല. അതായത് ഈ എലമെന്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കുറെ കൂടി ഇഫക്റ്റീവ് ആക്കി മാറ്റാനായിട്ട് നമുക്ക് സാധിക്കുള്ളൂ. സിമ്പിൾ ആയിട്ട് അത് മാത്രമേ നമ്മൾ ഈ ഒരു യൂണിറ്റിൽ പഠിക്കുന്നുള്ളൂ. ചെറിയ യൂണിറ്റ് ആണ്. സോ അതിനൊരു 4 പോയിന്റ്സ് ആണ് നമുക്കുള്ളത്. മനസ്സിലായല്ലോ. അതിൽ ഒന്നാമത്താണ് പ്രോപ്പർ വേർഡ്സ്. എന്താ? പ്രോപ്പർ വേർഡ്സ്. പദങ്ങൾ അല്ലെങ്കിൽ വാക്കുകളുടെ ഉപയോഗം, ശരിയായ രീതിക്ക് വാക്കുകൾ ഉപയോഗിക്കുക, അഥവാ സന്ദർഭങ്ങൾക്കനുസരിച്ച് എന്ത് ചെയ്യുക, വാക്കുകൾ ഉപയോഗിക്കുക. ഫോർ എക്സാമ്പിൾ, ഞാനൊരു ചെറിയ കാര്യം നിങ്ങളോട് പറയാം. അതായത് ഇപ്പോൾ ഒരു ടീച്ചർ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക. ഓക്കെ. സോ മുൻപിൽ സ്റ്റുഡൻസ് ഉണ്ട്. സോ ഈ ഒരു ടീച്ചർ അല്ലെങ്കിൽ ഈ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സാർ അഥവാ ടീച്ചറിന് അവർക്ക്, അതായത് ആ ടീച്ചർക്ക് എങ്ങനെയാ അവർക്കായിട്ട് എന്തുണ്ട്, കുറെ പ്രോപ്പർ ആയിട്ടുള്ള വേർഡ്സ് ഉണ്ട് അല്ലെ. അതായത് അവർ ഉപയോഗിക്കേണ്ടതും ഒരു ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവർ ഉപയോഗിക്കേണ്ട വാക്കുകളും ഉപയോഗിക്കാൻ പാടില്ലാത്ത വാക്കുകളും അല്ലെ, രണ്ടുമുണ്ട് അല്ലെ. സോ ഉപയോഗിക്കാൻ പാടില്ലാത്ത വാക്കുകൾ ഒരിക്കലും ആ ടീച്ചർ അല്ലെങ്കിൽ ആ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആ ടീച്ചർ എന്ത് ചെയ്യാൻ പാടില്ല, ഉപയോഗിക്കാൻ പാടില്ല. മനസ്സിലായല്ലോ. സോ അത്തരത്തിൽ പ്രോപ്പർ ആയിട്ടുള്ള വേർഡ്സുകൾ, മനസ്സിലായി, ഏതൊരു സന്ദർഭം ആയിക്കോട്ടെ ആ സന്ദർഭത്തിന് അനുസരിച്ചുള്ള അല്ലെങ്കിൽ ആവശ്യമാണ് എന്ന് തോന്നുമ്പോൾ അല്ലെങ്കിൽ അത്തരത്തിൽ ആവശ്യമാണ് എന്ന് തോന്നുന്ന വാക്കുകൾ മാത്രം നമ്മൾ എന്ത് ചെയ്യുക, ഉപയോഗിക്കുക. മനസ്സിലായല്ലോ. ഇത് നമ്മുടെ റിട്ടൺ കമ്മ്യൂണിക്കേഷന് മാത്രമല്ല, പകരം നമ്മുടെ ഓറൽ കമ്മ്യൂണിക്കേഷന് കൂടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു എലിമെന്റ് ആട്ടോ. അതായത് നമ്മുടെ എഴുത്ത്, എഴുതുമ്പോഴും ഇപ്പൊ നമ്മളിപ്പോ ഒരു ഡയറിയാണ് ഞാനിവിടെ എഴുതിക്കൊണ്ടിരിക്കുന്നെങ്കിൽ ആ ഡയറിയിൽ ആവശ്യമായ വാക്കുകൾ മാത്രമേ ഞാൻ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഉപയോഗിക്കാൻ പാടുള്ളൂ. മനസ്സിലായല്ലോ. സോ അതിന് ഒരു ഡയറിയിൽ ഏതൊക്കെ വാക്കുകളെ ഉണ്ടാവാൻ പാടത്തുള്ളൂ അല്ലെങ്കിൽ ഏതൊക്കെ വിഷയമേ ഉണ്ടാകാൻ പാടത്തുള്ളൂ, അത് മാത്രമേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിൽ എഴുതാൻ പറ്റുള്ളൂ. മനസ്സിലായല്ലോ. അല്ലാതെ ഇപ്പൊ ഒരു ഡയറി എഴുതുമ്പോൾ ഞാനിപ്പോ ലെറ്റർ എഴുതുന്ന രീതിക്ക് താങ്കൾക്ക് സുഖമാണോ എന്നൊരു സ്വന്തം ഡയറിയിൽ നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റുമോ? ഇല്ല. മനസ്സിലായല്ലോ. സോ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താ, ആദ്യം പറഞ്ഞ പ്രോപ്പർ വേർഡ്സ്. മനസ്സിലായല്ലോ. ശരിയായ പദങ്ങളുടെ ഉപയോഗം വളരെ വലിയ രീതിക്ക് തന്നെ നമ്മുടെ എഴുത്തിനെ അഥവാ റിട്ടൺ കമ്മ്യൂണിക്കേഷനെ ഒരുപാടധികം സ്വാധീനിക്കും. മനസ്സിലായല്ലോ. അപ്പൊ അത് മനസ്സിലാക്കുക. രണ്ടാമത്തെ പോയിന്റ് നോക്കാം, ക്ലാരിറ്റി
ഫോർ എക്സാമ്പിൾ ഞാനൊരു ലെറ്റർ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. എന്താ ലെറ്റർ എഴുതിക്കൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ ലെറ്റർ എഴുതുമ്പോൾ എന്റെ മനസ്സിൽ എന്ത് വേണം? ആ ഒരു ഐഡിയ വേണം. എന്താണ് ഞാൻ ഈ ലെറ്റർ എഴുതുന്നതിന്റെ പർപ്പസ് എന്താ, അല്ലെങ്കിൽ ഈ ലെറ്റർ എഴുതുന്നതിനെ കൊണ്ട് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താ എന്നുള്ള ഒരു ക്ലാരിറ്റി ഓഫ് പർപ്പസ് അല്ലെങ്കിൽ ക്ലാരിറ്റി ഓഫ് കോൺസെപ്റ്റ്, ഞാൻ എന്തിനാണ് ഇത് എഴുതുന്നത് എന്നുള്ള ആ കോൺസെപ്റ്റ് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. മനസ്സിലായല്ലോ? സോ ആ ഒരു കാര്യം കൂടി നമ്മൾ എന്ത് ശ്രദ്ധിക്കണം, നമ്മുടെ റിട്ടൺ കമ്മ്യൂണിക്കേഷനിലും അതേപോലെ തന്നെ ഓറൽ കമ്മ്യൂണിക്കേഷനിലും എന്ത് വേണം? ഉണ്ടായിരിക്കണം. മനസ്സിലായല്ലോ? സോ അത്തരത്തിലാകണം. ഇപ്പൊ ചെറിയൊരു എക്സാമ്പിൾ പറയാം. ഓറൽ കമ്മ്യൂണിക്കേഷൻ ആകുമ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട്. സോ നമ്മൾ നമ്മുടെ ഫ്രണ്ടിനോട് ഇങ്ങനെ സംസാരിക്കുക, നമ്മുടെ സാധാരണ ഇൻഫോർമൽ ആയിട്ടുള്ള വഴിയിൽ അല്ലെ, ഇൻഫോർമൽ ആയിട്ട് എങ്ങനെ നമ്മുടെ ഭയങ്കര ഇങ്ങനെ സംസാരിക്കും. പക്ഷെ അതേ രീതിക്ക് നമുക്ക് നമ്മുടെ ടീച്ചറോട് സംസാരിക്കാൻ പറ്റില്ല. സോ വ്യത്യാസം ഉണ്ട് അല്ലെ. സോ എന്താണ് പർപ്പസ് അല്ലെങ്കിൽ എന്താണ് കോൺസെപ്റ്റ് എന്ന് മനസ്സിലാക്കി. ഇതിപ്പോ റിട്ടൺ കമ്മ്യൂണിക്കേഷനിലോട്ട് വരുമ്പോൾ അതെങ്ങനെയാകും? ഞാൻ എഴുതുന്നതിന്റെ ഉദ്ദേശം എന്താണ് അല്ലെങ്കിൽ ഞാൻ എഴുതുന്നതിന്റെ കോൺസെപ്റ്റ് എന്താണ് എന്ന തിരിച്ചറിവോടുകൂടി ക്ലാരിറ്റിയോടുകൂടി എന്ത് ചെയ്യുക? എഴുതുക. മനസ്സിലായല്ലോ? ഇതാണ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ കുറെ കൂടി ഇഫക്റ്റീവ് ആക്കാനുള്ള രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ നോക്കാം. ഇൻഒഫെൻസീവ് യൂസ് ഓഫ് ലാംഗ്വേജ്. എന്താണ്? ഇൻഒഫെൻസീവ് യൂസ് ഓഫ് ലാംഗ്വേജ്. ഭാഷയുടെ അല്ലെ, ഇപ്പോ ചെറിയൊരു എക്സാമ്പിൾ പറയാം. അതായത് എനിക്കൊരു കാര്യത്തോട് എതിർപ്പുണ്ട് അല്ലെങ്കിൽ എനിക്കൊരു വിഷയത്തോട് എനിക്ക് ഭയങ്കര എന്താണ് എതിർപ്പാണ്, ഞാൻ അതിനോട് യോജിക്കുന്നില്ല, ഞാൻ വിയോജിപ്പാണ് കാണിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുകയാണ്? തിരിച്ചു പറയുകയാണ്. സോ അപ്പോഴും ഇൻഒഫെൻസീവ് ആയ ലാംഗ്വേജ് എന്ത് ചെയ്യുക? ഒഴിവാക്കുക. അതായത് ഇപ്പൊ അതായത് ഇൻഒഫെൻസീവ് ആയിട്ടുള്ള ലാംഗ്വേജ് ഉപയോഗിച്ചിട്ട് ഒഫെൻസീവ് ആയിട്ടുള്ള ലാംഗ്വേജ് എന്ത് ചെയ്യുക? ഉപേക്ഷിക്കുക. ഇപ്പോ ചെറിയൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോ നമ്മൾ പഠിക്കുന്ന നമ്മുടെ കോളേജില് നമ്മൾ എന്ത് ചെയ്യുന്ന ഒരു പ്രശ്നം നേരിടുകയാണ്. സോ അതിനെ തുടർന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? ഒരു കംപ്ലൈന്റ് കൊടുക്കാൻ പോവുകയാണ്. സോ ഈ കംപ്ലൈന്റ് കൊടുക്കുമ്പോൾ ആ വിഷയത്തിനെ ഭയങ്കര ഒഫെൻസീവ് ആയിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കണം. ഭയങ്കര അവൻ ഇങ്ങനെയാണ്, അവൻ ഇങ്ങനെയാണ്, അവൻ മറിച്ചതാണ്, മറ്റേതാണ്, അങ്ങനെ ഭയങ്കര ഒഫെൻസീവ് ആയിട്ടുള്ള ബാഡ് വേർഡ്സ് ഒക്കെ ഉപയോഗിക്കാതിരിക്കുക. അങ്ങനെ ഉപയോഗിക്കരുത്. പകരം ഇൻഒഫെൻസീവ് ആയിട്ടുള്ള ലാംഗ്വേജ് ഉപയോഗിക്കുക. അതായത് കാര്യങ്ങൾ മാത്രം എതിർപ്പുണ്ടെങ്കിലും അല്ലെ, ഇപ്പൊ കംപ്ലൈന്റ് ഒക്കെ കൊടുക്കാൻ പറയുമ്പോൾ ഒരു എതിർപ്പുള്ളത് കൊണ്ടാണല്ലോ കൊടുക്കുന്നത് അല്ലെ. സോ എതിർപ്പുണ്ടെങ്കിലും ഒഫെൻസീവ് അല്ലാത്ത ഇൻഒഫെൻസീവ് ആയിട്ടുള്ള എന്ത് ചെയ്യുക? ആ ഒരു ഉപയോഗം അല്ലെങ്കിൽ ഇൻഒഫെൻസീവ് വേർഡ്സിന്റെ ഉപയോഗം കൂട്ടുക. നമുക്ക് എതിർപ്പുണ്ട് എന്ന തരത്തിൽ എതിർപ്പുണ്ട് എന്ന് വെച്ചിട്ട് ഭയങ്കര ദേഷ്യമുണ്ടെന്ന് വെച്ചിട്ട് ഒരുപാട് ഒഫെൻസീവ് ആയിട്ടുള്ള വൃത്തികെട്ട വേർഡ്സും അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത വളരെ മോശമായ വാക്കുകളൊന്നും എന്ത് ചെയ്യുക? ഉപയോഗിക്കാതിരിക്കുക. മാന്യമായ രീതിക്ക് എന്ത് ചെയ്യുക? അത്തരത്തിലുള്ള സാഹചര്യവും മാന്യമായ രീതിക്ക് തന്നെ ഡീൽ ചെയ്യുക. മനസ്സിലായല്ലോ? ഇനി നാലാമത്തെ നമുക്ക് നോക്കാനുള്ളത് സ്റ്റൈൽ ഓഫ് യുവർ റൈറ്റിംഗ്. എന്താ? എഴുത്തിന്റെ സ്റ്റൈല്. ഓക്കെ. സോ അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനിവിടെ ഒരു ഫോർമൽ റൈറ്റിംഗ് എഴുതാൻ പോവുകയാണ്. ഓക്കെ. സോ ഫോർമൽ റൈറ്റിംഗ് എവിടെയാണ്? നമ്മുടെ എന്ത് ചെയ്യാ? നമ്മുടെ ഇപ്പോ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ആ കമ്പനിയിലെ വലിയ ആൾക്കാർക്ക് അല്ലെ, വലിയ മുകളിൽ ഇരിക്കുന്ന അല്ലെ, ടോപ്പ് പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് എഴുതുന്ന ഒരു ടൈപ്പ് ഓഫ് റൈറ്റിംഗ് അല്ലെങ്കിൽ ആ ഒരു റൈറ്റിംഗ് സ്റ്റൈലിനെയാണ് നമ്മൾ എന്ത് പറയുക? ഫോർമൽ റൈറ്റിംഗ് സ്റ്റൈൽ എന്ന് പറയുക. സോ ആ ഒരു ഫോർമൽ റൈറ്റിംഗ് സ്റ്റൈൽ നമ്മുടെ കമ്പനിയിലുള്ള മുകളിലുള്ള പൊസിഷനിലെ ആൾക്കാർക്ക് നമ്മൾ എഴുതും. പക്ഷേ ആ ആൾക്കാർക്ക് നമ്മൾ ഫോർമൽ അല്ല, പകരം നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ എഴുതുന്ന പോലെ ഇൻഫോർമൽ ആയിട്ടുള്ള ഒരു റൈറ്റിംഗ് സ്റ്റൈലാണ് അവർക്ക് എഴുതി കൊടുക്കുന്നതെങ്കിൽ അത് ശരിയാണോ? അല്ല. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ റൈറ്റിംഗ് സ്റ്റൈലിനെ വളരെ സാരമായിട്ട് തന്നെ അത് എന്ത് ചെയ്യും? ബാധിക്കും. മാത്രമല്ല അതിന്റെ എഫക്റ്റീവ്നെസ് കുറയുകയും ചെയ്യും. മനസ്സിലായില്ലേ? സോ അത്തരത്തിലുള്ള മണ്ടത്തരങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്റ്റൈലിൽ വരുന്ന എഴുത്തിന്റെ സ്റ്റൈലിനെ ബാധിക്കുന്ന കാര്യങ്ങളൊക്കെ നന്നായി ശ്രദ്ധിക്കുക. മനസ്സിലായല്ലോ? സോ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് ആക്കാൻ നമ്മളെ സഹായിക്കുന്ന എലമെന്റ്സ് എന്ന് പറഞ്ഞു. ഏതൊക്കെയാണ് ഒന്നുകൂടി നമുക്ക് റിവൈൻഡ് ചെയ്ത് നോക്കിയാലോ? ഓക്കെ. ഒന്നാമത്താണ് എന്ത്? പ്രോപ്പർ വേർഡ്സ്. രണ്ടാമത്തതോ ക്ലാരിറ്റി ഓഫ് പർപ്പസ് ഓർ കോൺസെപ്റ്റ്. മൂന്നാമത്തത് ഇൻഒഫെൻസീവ് യൂസ് ഓഫ് ലാംഗ്വേജ്. നാലാമത്തത് സ്റ്റൈൽ ഓഫ് യുവർ റൈറ്റിംഗ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ആകെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ.
ഈ ഒരു ടോപ്പിക് മാത്രമേ ഈ യൂണിറ്റ് നമുക്ക് പഠിക്കാനുള്ളൂ. എളുപ്പമാണ്, എന്തായാലും ഷുവർ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് എങ്ങനെയും ഒരു 5 മാർക്കിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മനസ്സിലായല്ലോ? തീർച്ചയായിട്ടും നിങ്ങൾ നന്നായി വായിച്ച് തന്നെ പഠിക്കുക. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്ത ഒരു ക്ലാസ്സിൽ കാണാം. ഓക്കെ, സോ അതുവരെയും ബൈ.